നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസാണ് കേട്ടോ ചിക്കൻ. ഞാൻ ഇതിനു വേണ്ടി വാങ്ങിച്ചതല്ല, കറി വെക്കാൻ വാങ്ങിച്ചത് കൊണ്ട് ചെറിയ പീസായിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസായിട്ട് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പശുവും പാലാണ്. 250 ml കപ്പിൽ 1 കപ്പ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമുക്കൊരു 5-8 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നിറയെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടിയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിനി ഈ ഒരു പാലിൽ നമ്മൾ ചിക്കൻ വേവിക്കുന്നതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് ഉണ്ടാവുക. കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നമുക്ക് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഇതിന് ഏകദേശം ഒരു 80-85% കുക്ക് ചെയ്തെടുക്കുക. മുഴുവൻ കുക്ക് ചെയ്യേണ്ട, ഒരു 3/4 ഭാഗമൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-12 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് ചിക്കൻ മാത്രം എടുത്ത് മാറ്റുകയാണ്. ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ ചിക്കൻ മാത്രം നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചിക്കൻ വെന്തിട്ടുണ്ട്, കുറച്ചും കൂടെ വേവാനുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അരിപ്പക്കയിൽ വെച്ചിട്ട് ചിക്കൻ മാത്രം കോരി മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്യാണ് കേട്ടോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ചിക്കൻ ഉള്ളിൽ വെന്തത് കൊണ്ട് ഒരുപാട് നേരം നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരില്ല, കുറച്ചുകൂടെ സിമ്പിളാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റോക്ക് നമ്മൾ കളയാൻ പാടില്ല. ഈ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്, അത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതിന് കോട്ട് ചെയ്യാനുള്ള മിക്സ് ഉണ്ടാക്കാം. ഞാൻ അതിനു വേണ്ടി മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഞാനിവിടെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1.5-2 സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല, അത്യാവശ്യം എരിവ് വേണമെന്നുള്ളവർക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതവിടെ മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ കോട്ടിങ്ങിനുള്ള മിക്സ് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് വേറൊരു ബൗളിൽ 1 കപ്പ് മൈദയാണ്. അതിനകത്തോട്ട് 1 മുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ആ ചിക്കൻ്റെ ആ ഒരു പീസൊന്നും വരാത്ത രീതിയിൽ നമ്മൾ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് ആ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിന് നമ്മൾ ആ ഒരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു ബാറ്ററിൻ്റെ രീതിയിൽ ഇതുപോലെ നമുക്കൊന്ന് കലക്കിയെടുക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ വേവിച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ ആ മാവിലൊന്ന് നന്നായിട്ട് മുക്കിയെടുക്കുക. അതിന് മാവ് ഒട്ടും വരാത്ത രീതിയിൽ ആ മാവ് കളഞ്ഞിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ പൊടി നന്നായിട്ട് ഇതിൽ കോട്ട് ചെയ്ത് കൊടുക്കണം. കൈവച്ച് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കോട്ട് ചെയ്യുക. ഇതേപോലെ ചെയ്യുക. എന്നിട്ട് ഫുള്ളായിട്ട് മൈദ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ കോട്ട് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന മൈദ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്ത് കളയുക. ഇനി നമ്മളിത് ഡയറക്റ്റ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനൊരു സ്റ്റിക്ക് ഇട്ടിട്ട് ഒന്നത് ചൂടാകാൻ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഇട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ബബിൾസ് വന്ന പോലെ കാണാൻ പറ്റും. അതാണ് കറക്റ്റ് ആ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഈ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. കാരണം ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആ മേലത്തെ കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നവരെ മാത്രം ഫ്രൈ ചെയ്താൽ മതി. അപ്പോഴേക്കും ഉള്ളിൽ ബാക്കിയും വെന്തോളും. അപ്പോൾ ഇടയ്ക്കായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കളറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം ഫ്രൈ ചെയ്യേണ്ട. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ അധികം എണ്ണയൊന്നും കുടിക്കില്ല. ഞാൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് നല്ല പോലെ വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. മയോണൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മുമ്പ് ഞാനൊരു KFC ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്തപ്പോഴാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്